friends, now we are starting with Fmge Pyts എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് Fmge ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ടോപ്പിക്സ് അല്ലെങ്കിൽ തിയറീസ് ആയിരിക്കും നമ്മൾ റാപ്പിഡ് റിവിഷൻ ആയിട്ട് കവർ ചെയ്യുന്നത്. സോ ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ബിക്കോസ് അതിനുള്ള സമയം നമുക്കില്ല. ഫ്യൂ പോയിൻറ്റ്സ് ബിഫോർ വി സ്റ്റാർട്ട് ദീസ് സെഷൻസ്. ഒന്ന്, ഡോണ്ട് ബി സ്ട്രെസ്ഡ്. എല്ലാം പഠിക്കാൻ നിന്നാൽ നമുക്കിനി കുറച്ച് സമയമുള്ളൂ Fmgeക്ക് എക്സാമിന് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചത് എല്ലാ ദിവസവും യു ഗിവ് 1.5 hours ഫോർ റിവിഷൻ അലോൺ. ദെൻ യു ഫോക്കസ്, ഓക്കെ, ഇഫ് യു ഫൈൻഡ് ഇറ്റ് ടു ഹാർഡ്, ഫോക്കസ് ഓൺ ദ ഷോർട്ട് സബ്ജക്ട്സ്, റൈറ്റ്? കാരണം വേറെ ഒന്നുമല്ല, ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് പഠിച്ച് തീർക്കാം. ഓക്കെ, അതിനുശേഷം ലോങ് സബ്ജക്ട്സ്, മൈക്രോ, OBG, പാത്തോ, സർജറി, മെഡിസിൻ, പിന്നെ എല്ലാം ഒരു ഇൻറ്റഗ്രേറ്റഡ് രീതിയിൽ പഠിക്കാൻ പറ്റിയാൽ അതും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ ഓരോ ടോപ്പിക്സ് എടുക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിൽ തന്നെ ആയിരിക്കില്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് ആവുമ്പോൾ നമുക്ക് പല സബ്ജക്ട്സും ഒരേ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. Now my first question to you, identify these muscles. What are these muscles? Very good. They are dorsal introshi. നമുക്ക് എത്ര dorsal introshi ഉണ്ട്? എണ്ണിക്കെ 1, 2, 3, 4. There are 4 dorsal introshi muscles in the hand. Where is it located? Second question, where is it located? It is located in the spaces between the metacarpal bones. So you know these are the metacarpal bones അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലാണ് നമുക്ക് ഡോർസൽ ഇൻട്രോഷെ ഉള്ളത്. റിമെമ്പർ ദീസ് ഡോർസൽ ഇൻട്രോഷെ, ദേ ആർ ബൈപെന്നേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നറിയോ? അഡ്ജസൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള മെറ്റാകാർപ്പിൾസ്, അവിടുന്ന് അഡ്ജസൻ്റ് സൈറ്റ്സിൽ നിന്നുള്ള മെറ്റാകാർപ്പിൾസിൽ നിന്നാണ് ഈ മസിലിൻ്റെ ഒറിജിൻ. ഇതൊരു മെറ്റാകാർപ്പിൾ. സോ കണ്ടോ, ഇവിടുന്ന് ഫൈബേഴ്സ് വരുന്നുണ്ട്, ഇവിടുന്നും ഫൈബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഞാൻ ബൈപെന്നേറ്റ് മസിൽസ് എന്ന് പറയാം. ഫൈൻ. മെയിൻ ഫങ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് വാട്ട് ദേ ആസ്ക് യു ഫോർ ദി എക്സാം. ഫങ്ഷൻ എന്താണ് ഓഫ് ഡോർസൽ ഇൻട്രോഷൈ? പാഡ് ആൻഡ് ഡാബ് അല്ലേ. പാഡ് ആൻഡ് ഡാബ് അതൊരു കോഡാണ്. ഡി ഫോർ പാഡ് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഡി ഫോർ ഡോർസൽ ഇൻട്രോഷൈ, എ ഫോർ അബ്ഡക്ഷൻ. അപ്പോൾ ഡോർസൽ ഇൻട്രോഷൈ ദേ ഹെൽപ്പ് ഇൻ അബ്ഡക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ്. അബ്ഡക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ യു pull the fingers, I cannot say pull, when you move your fingers away from the middle finger. ഈ മിഡിൽ ഫിംഗറിൽ നിന്ന് നിങ്ങൾ ഈ ബാക്കി ഫിംഗേഴ്സ് when you pull it or when you move it away from the middle finger, that action is called as abduction. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന മസിൽ ഏതാണ്? ടെൽ മീ. ഡോർസൽ ഇൻട്രോഷൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡോർസൽ ഇൻട്രോഷയുടെ നെർവ് സപ്ലൈ ഏതാണ്? വെരി ഗുഡ്, ഇറ്റ് ഈസ് ദി അൾനാർ നെർവ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വൺസ് മോർ, നമുക്ക് എത്ര ഡോർസൽ ഇൻട്രോഷയ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഫങ്ഷൻ എന്താണ്? അബ്ഡക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ്. Now identify this muscle that I am showing you. ഇതെന്താണ്? This is very good, palmar introshi. How many palmar introshi do we have? We have got 3 palmar introshi. Very important. അപ്പോൾ ഇതാണ് ഫസ്റ്റ് palmar introshi. This is second. This is third. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അടുത്ത നിമോണിക് വരുന്നത്, പാഡ്. മീനിങ് palmar introshi ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ you will remember AD, that is adduction of the fingers. If you want to bring your other fingers close to the middle finger, that action is called as what? Adduction. അപ്പോൾ നിങ്ങളെ അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്ന മസിൽ ഏതാണ്? palmar introshi. Remember there are 3 palmar introshi. Okay, now tell me, what is the nerve supply? Same thing, nerve supply, it is the ulnar nerve, right? ഇനി ഡിഫറൻസ് നോക്കിക്കേ. ഞാൻ പറഞ്ഞു നമ്മുടെ ഡോർസൽ ഇൻട്രോഷൈ ബൈപെന്നേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സ്പേസ് ആ മസിൽസ് ഒക്കുപൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് കാർപ്പിൾസിൽ നിന്ന് ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ ഇൻ palmar introshi, റിമെമ്പർ ദേ ആർ യൂണിപെന്നേറ്റ്. ഓൾ ഓഫ് യു ക്യാൻ അപ്രീഷിയേറ്റ് ദാറ്റ്. 2 മെറ്റാകാർപ്പിൾസിൽ നിന്നും ഇത് മസിൽ ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, റൈറ്റ്? സോ ദ ഫസ്റ്റ് palmar introshi, the muscle fibers originating from this metacarpal, right? So it is not bipennate, it is unipennate. palmar introshi, they are unipennate. പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, മിഡിൽ ഫിംഗറിനകത്ത് നിങ്ങൾ ഏതെങ്കിലും palmar introshi കാണുന്നുണ്ടോ? Can you see any palmar introshi muscle in the middle finger? No. So that is another important point. Middle finger, it has no palmar introshi. Okay, and when I talk about
ഡോസൽ ഇൻട്രോഷൈ മിഡിൽ ഫിംഗറിൽ നിന്ന് 2 ഡോസൽ ഇൻട്രോഷൈ ഒറിജിനേറ്റ് ചെയ്യാറുണ്ട്. സോ ഫ്രം മിഡിൽ ഫിംഗർ ദർ ഇസ് നോ പാമാർ ഇൻട്രോഷൈ, ബട്ട് ഡോസൽ ഇൻട്രോഷൈ 2 ഡോസൽ ഇൻട്രോഷൈ മിഡിൽ ഫിംഗറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, now identify this muscle for me. What is it? What are these muscles? Very good. They are called as lumbricals. Lumbricals in the function endana? They will flex the metacarpophalangeal joint and extend the interphalangeal joint. Let me show you that. Okay guys, look here. Okay, these muscles that you see, idana lumbricals alle. Okay, lumbricals, first before showing you the actions, I want you to tell me lumbricals in the origin evidennana. These lumbricals, as you can see, they originate from a tendon. കണ്ടോ, ഈ ഒരു വൈറ്റ് സ്ട്രക്ചർ കണ്ടോ, അതാണ് ടെൻഡൻ. ടെൻഡൻ ഓഫ് വിച്ച് മസിൽ? ദിസ് മസിൽ. ടെൽ മീ വിച്ച് മസിൽ ഇസ് ദിസ്? ഇത് ഏത് മസിലാണ്? ഇറ്റ് ഈസ് FDP, ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. സോ ദിസ് ഇസ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. ഓൾ ഓഫ് യു ക്യാൻ അപ്രീഷിയേറ്റ്, റൈറ്റ്? ആ മസിലിൻ്റെ ടെൻഡനിൽ നിന്നാണ് നമുക്ക് ലംബ്രിക്കൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. Okay, now see the function of lumbricals. This is a function of lumbricals. Look here guys, this is the metacarpophalangeal joint. So lumbricals help in the flexion of metacarpophalangeal metacarpophalangeal joint and extension of the interphalangeal joint. Interphalangeal joint എവിടെയാണ്? ഇതൊക്കെയാണ് interphalangeal joint. അപ്പോൾ ഈ ജോയിൻസിൻ്റെ എക്സ്റ്റൻഷനും metacarpophalangeal jointൽ ഈ ജോയിൻസിൻ്റെ ഫ്ലെക്ഷനെയാണ് lumbricals. When they contract, they help us to do these functions. Very important. Okay, so lumbricals, one more time you tell me, where do they originate from? From the tendon of FDP. എഴുതി വെച്ചോ, FDP, flexor digitorum profundus. Now അടുത്ത കാര്യം about lumbricals. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് about lumbricals. നോക്കിയേ, ഇതാണ് ഫസ്റ്റ് ലംബ്രിക്കൽ കേട്ടോ. തമ്പിൻ്റെ അടുത്തുള്ള ആണ് നമ്മൾ, തമ്പല്ലേ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത്, ഇത് സെക്കൻഡ് ഫിംഗർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെയാണ് നമ്പറിങ് ചെയ്യുന്നത് അനാറ്റമിയിൽ കേട്ടോ. അപ്പോൾ ഈ തമ്പിൻ്റെ അടുത്തുള്ള ലംബ്രിക്കൽസ് ആണ് ഫസ്റ്റ് ലംബ്രിക്കൽ. ഓക്കെ, റിമെമ്പർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലംബ്രിക്കൽസ് ദേ ആർ യൂണിപെന്നേറ്റ്. യൂണിപെന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം നിങ്ങളൊരു ഫെദർ വരയ്ക്കാമെന്ന് വെച്ചോ, ഇതാണ് ഫെദർ. ഓക്കെ, ഫെദർ. അപ്പോൾ ഈ ഫെദറിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ യൂണിപെന്നേറ്റ് എന്ന് വിളിക്കും. ഒരു മസിൽ, if muscle looks like only half of a feather, ഞാൻ അതിനെ യൂണിപെന്നറ്റ് എന്ന് വിളിക്കും. if a muscle looks like, see muscle fibers, ഒരു ഫെദറിനെ പോലെ, ഫുൾ ഫെദറിനെ പോലെ 2 സൈഡിലും അതിന് ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മസിലിന്, അതിനെ ഞാൻ ബൈപെന്നേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, now look here guys. ഓക്കെ, ഫസ്റ്റ് ലംബ്രിക്കലും സെക്കൻഡ് ലംബ്രിക്കലും യൂണിപെന്നേറ്റ് ആണ്. ഓക്കെ, ആൻഡ് തേർഡ് ലംബ്രിക്കലും ഫോർത്ത് ലംബ്രിക്കലും, ഇതാണ് തേർഡ്, ഇത് ഫോർത്ത്, ഈ 2 ലംബ്രിക്കൽസും ബൈപെന്നേറ്റ് ആണ്. ഓക്കെ, ഫെദറിൻ്റെ ഫുള്ള് പോലില്ലേ? Okay, third and fourth they are bipennate. Remember that. Now അടുത്ത ചോദ്യം അവർ ചോദിക്കാൻ പോകുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലംബ്രിക്കൽസ് nerve supply ആണ്. First and second lumbrical, they are supplied by median nerve. You write it down, median nerve. Okay, and third and fourth lumbricals, they are supplied by the ulnar nerve. Don't forget it. First and second lumbricals, they are supplied by median nerve. Third and fourth lumbricals, they are supplied by ulnar nerve. ഇനി അടുത്തത് അവർ അനാറ്റമിന്ന് ഐഡൻറ്റിഫൈ ദ മസിൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലുക്ക് ഹിയർ ഗൈസ്. ഓക്കെ, ടെൽ മീ വിച്ച് മസിൽ ഇസ് ദിസ്? ഇത് ഏത് മസിലാണ്? So this muscle that you see here, right, this is transversus abdominis, this one, right? Let me show you the other side. Transversus abdominis. Okay, transversus abdominis. Now what is this muscle that you see here? Frontal കാണുന്നത് ഇതെന്താണ്? Rectus abdominis, this one. Now അടുത്ത identification, see they just asked you to identify the muscle, that is it. Okay, so this muscle that you see here, okay, look here guys, ഇത് ഏത് മസിലാണ്? This is quadratus lumborum. All of you can appreciate, right? Yes, all of you saw this is quadratus lumborum.